Hi parents, welcome to the part 3 of pre-academic skills. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീ നമ്പർ സ്കിൽസ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ഇൻഫോർമൽ കമ്പാരിറ്റീവ് മെഷർമെൻറ്റ്. ഇതിൽ നമ്മൾ രണ്ട് ഒബ്ജക്ട്സ് എടുത്തിട്ട് കുട്ടിയോട് ചോദിക്കുന്നു, ഇതിലേതാ വലുത്, ഏതാ ചെറുത്, ഏതാ തിക്ക്, ഏതാ തിന്ന്, ഏതാണ് നീളം കൂടിയത്, ഏതാണ് നീളം കുറഞ്ഞത്, അങ്ങനെയുള്ള നോൺ ന്യൂമറിക്കൽ കാര്യങ്ങൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തേത് ഇൻഫോർമൽ കമ്പാരിറ്റീവ് മെഷർമെൻറ്റ് ഓഫ് മോർ ദാൻ 2 ഒബ്ജക്ട്സ്. ഇതിൽ നമ്മൾ രണ്ടിൽ കൂടുതൽ ഒബ്ജക്ട്സ് എടുക്കുന്നു, എന്നിട്ട് ഏതാണ് സ്മോള്, ഏതാണ് ബിഗ്, ഏതാണ് ബിഗ്ഗർ, അങ്ങനെയൊരു സീക്വൻസിങ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അടുത്തത് കൗണ്ടിങ്. മേ ബി ബീഡ്സും ത്രെഡ്സും ഉപയോഗിച്ചിട്ട് എത്ര ബീഡ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൗണ്ട് ചെയ്യാൻ പറയാം. അബാക്കസ് ഉപയോഗിച്ചിട്ട് എത്രയാണെന്ന് കൗണ്ട് ചെയ്യാൻ പറയാം. മൂന്നാമത് ഇൻട്രൊഡ്യൂസിങ് ന്യൂമറിക്കൽസ്. എങ്ങനെയാണ് എഴുതുക എന്നുള്ളതിനെ ഒരു പിക്ചറിനെ ആയിട്ട് റിസംബിൾ ചെയ്യുന്നു. ഇപ്പോൾ ഒന്നാണെങ്കിൽ പെൻസിൽ കാണിച്ചിട്ട് പറയാം, സി ഇത് പെൻസിലിൻ്റെ പോലെയുള്ള നീണ്ടൊരു വരയാണ് ഒന്ന്. രണ്ടാണ് എഴുതാൻ നോക്കുന്നതെങ്കിൽ ഒരു താറാവിൻ്റെ ചിത്രം കാണിച്ചിട്ട് അതിൻ്റെ കഴുത്ത് കാണിച്ചു കൊടുക്കുക. നോക്കൂ, താറാവിൻ്റെ കഴുത്ത് പോലെ ആണ് രണ്ട് വരുന്നത്. അങ്ങനെ ഇതുകൂടാതെ അവർക്ക് നമ്പേഴ്സിൽ മോർ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ കാർഡ്സിനെ സീക്വൻസ് ചെയ്യിപ്പിക്കുക, 1 2 3 അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്പർ കാർഡ്സ് അവർ പിക്ക് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ നമ്പർ കാർഡ്സും ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സും തമ്മിൽ മാച്ച് ചെയ്യാൻ പറയാം. ഇപ്പോൾ ഒന്നാണെങ്കിൽ ഒന്ന് ഈ സൈഡിലെ നമ്പർ ഓഫ് ഒബ്ജക്ട്സിൽ എവിടെയാണോ ഒരെണ്ണമുള്ള അതിനോട് മാച്ച് ചെയ്യണം. നാലാമത്തേട്ട് ഹിഡൻ ആയിട്ടുള്ള നമ്പേഴ്സ് ഒരു പിക്ചർ കാണിച്ചു കൊടുക്കുക, അവിടെ ഹിഡൻ നമ്പേഴ്സ് ഉണ്ടാവും, അത് കണ്ടുപിടിക്കാൻ പറയാം. അതുകൂടാതെ ഷേപ്സ് പറഞ്ഞു കൊടുക്കാം, ടൈം കൺസെപ്റ്റ്സ് പറഞ്ഞു കൊടുക്കാം. By practicing these activities, we can make the child thorough with the numbers, and surely it will help the child's academic skills. Eager to know more? Please DM.